അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് വളരെ വ്യക്തമായി നോക്കാം. സമയം 6:52 വൈകുന്നേരം. ആ സമയത്ത് സംഭവിക്കുന്നത് ഇതാണ്. ചെങ്കോട്ടയ്ക്ക് സമീപം ട്രാഫിക് സിഗ്നലിലേക്ക് ഒരു കാർ എത്തുന്നു. കാറിൽ ഉണ്ടായിരുന്നത് 2-3 ആളുകളാണ്. ആ കാർ മെല്ലെ മുന്നോട്ട് നീങ്ങുന്ന ഉടൻ തന്നെ അത് പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറിച്ചത് ഹ്യുണ്ടായി i20 കാർ എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഉഗ്രസ്ഫോടനത്തിൽ സമീപത്തെ വാഹനങ്ങൾക്കടക്കം തീപിടിക്കുന്നു. ഡൽഹി ഫയർഫോഴ്സിന്റെ 25 വാഹനങ്ങൾ ആ സമയത്ത് തന്നെ സ്ഥലത്തേക്ക്, ഈ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു. 7:30യോടുകൂടി അഗ്നിശമന സേന തീ പൂർണ്ണമായും അണയ്ക്കുന്നു. സംഭവ സ്ഥലത്ത് പിന്നെ കാണുന്നത് ചിന്നിച്ചിതറിക്കിടക്കുന്ന മനുഷ്യ ശരീരങ്ങളാണ്. അതിൽ എത്ര പേർ മരണപ്പെട്ടു എന്ന് ഇപ്പോഴും കൃത്യമായി കണക്കുകളില്ല. നിലവിൽ 10 പേർ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ലഭ്യമാകുന്നത്. പിന്നീട് അങ്ങോട്ട് പരിക്കേറ്റവരുമായി വാഹനങ്ങൾ LNJP ആശുപത്രിയിലേക്ക് പോകുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതിനുശേഷം പിന്നീട് ഈ സംഭവിച്ചത് സാധാരണ ഒരു കാർ പൊട്ടിത്തെറിച്ചതല്ല, ഇത് ഭീകരാക്രമണമാണ് എന്നുള്ള സംശയമാണ് പിന്നീട് ഈ 7:30ക്ക് ശേഷം ബലപ്പെട്ട സാഹചര്യം നമ്മൾ കണ്ടത്. അവിടെ സംഭവിച്ചത് IED ബ്ലാസ്റ്റ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ എത്തിയിരിക്കുന്നു, പോലീസ് സേന എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. നിലവിലെന്തായാലും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ ഒരാളുണ്ട്. അത് ആരാണ്? അയാൾക്ക് ഇതുമായി ഉള്ള ബന്ധമെന്താണ്? ഏതെങ്കിലും തീവ്രവാദ സംഘടനയുടെ ഭാഗമാണോ? ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായി പറയേണ്ടത് സർക്കാർ വൃത്തങ്ങൾ തന്നെയാണ്. പക്ഷെ നിലവിൽ ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണമൊന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല. അവിടെ സ്ഥലത്തെന്തായാലും കൃത്യമായി NIA, NSG ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന അതിപ്പോഴും തുടരുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചതിന് പിന്നാലെ രാജ്യവ്യാപകമായ ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യമൊട്ടാകെ നമ്മൾ നേരത്തെ തന്നെ അയോധ്യയിലെ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞതാണ്. UP-യിലടക്കം തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം, ഡൽഹിക്ക് തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള ജാഗ്രത പരിശോധന നടക്കുന്നു. കേരളത്തിലും വ്യാപകമായി പരിശോധനയുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ അടക്കം കേരളത്തിൽ പരിശോധന നടക്കുന്നു. അയോധ്യ രാംലല്ല ക്ഷേത്രത്തിന് ചുറ്റും പോലീസുണ്ട്, സുരക്ഷാ സേനയുണ്ട്, കേന്ദ്ര സേനയെ വിന്യസിച്ചിരിക്കുന്നു. അവിടേക്കുള്ള വാഹനങ്ങളിൽ പരിശോധന നടക്കുന്നു. കേരളത്തിലാവട്ടെ, കേരളത്തിലെ സാഹചര്യം പരിശോധിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ കൃത്യമായ പരിശോധന നടക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ എന്തായാലും CCTV കേന്ദ്രീകരിച്ചടക്കം ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം പരിശോധിച്ചാൽ 30-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 8ഓളം പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു ഭരത് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. മനു, നമ്മളിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഒരു ഏകദേശ ചിത്രം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു. മനു, ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതാരാണ്? ഇയാൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ബന്ധം എന്നുള്ള എന്തെങ്കിലും സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ അധികൃതരുടെ ഭാഗത്തു നിന്ന്? ഭവ്യ, ഇത് കുറെ കൂടി അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ ഇത് പുറത്തുവിടാനാകൂ എന്നാണ് പോലീസിൻ്റെ ഒരു നിലപാട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു സ്ഫോടനത്തിൽ ചില പങ്ക് ഉണ്ട്. ഇതിന് പുറത്തുള്ള ആളുകളും ഈ സ്ഫോടനത്തിന് ഇരയായിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഫോടനം കാറിനകത്ത് നിന്ന് ഉണ്ടായതാണോ അതോ കാറിന് പുറത്തുനിന്നുണ്ടായതാണോ എന്ന സംശയം കൂടി ബലപ്പെടുകയാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ ട്വിറ്ററിൽ ഈ അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നു. കണ്ടോളൻസസ് ടു ദോസ് ഹു ഹാവ് ലോസ്റ്റ് their loved one in the blast of Delhi. May the injured recover at the earliest എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിക്കുന്നു. മാത്രമല്ല, those affected will be assisted by authorities, reviewed the situation with Home Minister Amit Shah and other officials എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേരിട്ട് തന്നെ ആഭ്യന്തരമന്ത്രി മറ്റു ഉദ്യോഗസ്ഥരുമായി പ്രധാനമന്ത്രി സംവദിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ട്വിറ്ററിൽ വ്യക്തമാക്കുന്നു. മമതാ ബാനർജി ഈ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിരിക്കുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം തൻ്റെ ഹൃദയവും പ്രാർത്ഥനയുമുണ്ട് എന്നും അതുപോലെ പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും മമതാ ബാനർജി വ്യക്തമാക്കുന്നു. അസുദ്ദീൻ ഒവൈസിയെ പോലുള്ള നേതാക്കളും ഈ ട്വിറ്ററിൽ
അവർ ഇത്തരം സംഭവങ്ങൾ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നു, അവർ വേദനയുണ്ടാക്കുന്നു. മാത്രമല്ല ഈ പ്രിയപ്പെട്ടവരെ നഷ്ടമായവർക്കൊപ്പം നിൽക്കുന്നു. അന്വേഷണം നടത്തി എല്ലാ വിശദ വശങ്ങളും പുറത്തു കൊണ്ടുവരണം എന്ന ഒരു അഭിപ്രായം വ്യക്തമാക്കുന്നു. പക്ഷേ ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ചില വിവരങ്ങൾ പല രാജ്യങ്ങളിലും ഈ ജെൻസി കലാപങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സമാനമായ ഒരു ജെൻസി കലാപം ഇന്ത്യയിൽ നടത്താൻ ഒരു ശ്രമം പരാജയപ്പെട്ടു എന്നൊക്കെ ഉള്ള സാഹചര്യത്തിൽ അത് ചില സ്ലീപ്പർ സെല്ലുകൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുകയാണോ, അതാണോ ഈ സ്ഫോടനത്തിന് പുറകിൽ എന്ന ചോദ്യങ്ങൾ ഒക്കെ ഉയരുകയാണ്. ശശി തരൂരിൻ്റെ ട്വീറ്റ് വരുന്നു, ഷോക്ക്ഡ് ബൈ ദ ന്യൂസ് ഓഫ് ബ്ലാസ്റ്റ് നിയർ റെഡ് ഫോർട്ട് ഇൻ ഡൽഹി ആൻഡ് ബൈ ദ റിപ്പോർട്ട്സ് ഓഫ് ഫാറ്റാലിറ്റീസ് ആൻഡ് ഇഞ്ചുറീസ് എന്ന് അദ്ദേഹം കുറിക്കുന്നു. urging everyone in the vicinity to stay alert and follow official advisories എന്ന ശശി തരൂർ അവിടെയുള്ള പ്രദേശവാസികളോട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ആളുകൾ ചിന്നിച്ചിതറുന്ന തരത്തിലേക്ക് ഈ സ്ഫോടനം ഉണ്ടായത്? ഇത് എങ്ങനെയാണ് ഈ ആളുകൾ, വാഹനത്തിനകത്തുള്ള ആളുകൾ അങ്ങനെ തീപിടുത്തമാണെങ്കിൽ പൂർണ്ണമായും കത്തിക്കരിയാതിരുന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നു. ഏതായാലും ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഒരു കാർ ബ്ലാസ്റ്റ് എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. ഈസ് എക്സ്ട്രീംലി പെയിൻഫുൾ ആൻഡ് ഡിസ്റ്റർബിങ് എന്ന് പറയുന്നു. അങ്ങേയറ്റത്തെ അഗാധമായ ദുഃഖത്തിലാണ് താൻ എന്ന് രാജ്നാഥ് സിംഗ് ട്വിറ്ററിൽ കുറിക്കുന്നു. അപ്പോൾ ഏതായാലും ഈ ലാൽ കില മെട്രോ സ്റ്റേഷന് സമീപത്തുണ്ടായ ഈ ആക്രമണത്തിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് അത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറയുന്നു. കുറേ ഈ ഒരു സാഹചര്യത്തിൽ വിവിധ ഏജൻസികൾ അലേർട്ടിലാണ്. IB തലവൻ തപൻ ഠേക്ക നേരിട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നു.